വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഇൻ സാപ്പ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ വില്ലേജ് ട്രെക്കിംഗ് ആണ്. ഞങ്ങൾ ഹോട്ടൽ റിസർവ് ചെയ്തത് booking.com വഴിയായിരുന്നു. അപ്പോൾ booking.com നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ നമുക്ക് വരും. അതിൽ മാനേജറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജസും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തൊരു ട്രെക്കിംഗ് പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ട്രെക്കിൻ്റെ കോർഡിനേറ്റർ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയി ഒരു ഷൂ റെൻ്റലിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഷൂസ് അവിടെ വെച്ചിട്ട് അവിടുന്ന് റെൻ്റൽ ഷൂസൊക്കെ എടുത്തിട്ടാണ് ട്രെക്കിങ്ങിന് പോയത്. രാവിലെ തന്നെ കുറച്ച് മഴയുള്ളൊരു ഡേ ആയിരുന്നു. ഒരു കുട്ടി ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഈ വീഡിയോ കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് റോ ആയിട്ട് തന്നെയാണ് ഈ വ്ലോഗ് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഇതൊരു കോർ മെമ്മറി ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഞങ്ങളുടെ ഫുൾ ട്രിപ്പിൽ. സോ ഹോപ്പ് യു വിൽ ഓൾ എൻജോയ് ദിസ്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മളുടെ ട്രെക്കിംഗ് പ്ലാനിൽ ഉണ്ടായിരുന്നത് 3 വില്ലേജസും ഒരു വാട്ടർഫോളും ആയിരുന്നു. ഫസ്റ്റ് വൺ ലാവോ ചായ്, പിന്നെ തവാൻ ആൻഡ് സാങ് താ ചായ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ലാവോ ചായ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളുടെ ഒപ്പം നടക്കാനായിട്ട് ഒരു 2-3 ഗേൾസ് അവർ ബാക്കിലൊരു കൊട്ടയൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കണ്ട വിയറ്റ്നാമീസ് വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വരുന്നവർ അവർ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ബൊക്കെ പോലെയൊക്കെ ചെയ്തു തരും, അതൊന്നും വാങ്ങരുത്, അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് പൈസ ചോദിക്കുമെന്നൊക്കെ. പക്ഷേ എനിക്ക് പുള്ളിക്കാരി നല്ലൊരു ഹാർട്ടൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങി, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച്. അങ്ങനെ അതൊക്കെ വാങ്ങി കുറച്ച് നടന്നു. ഇങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ വഴി കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഈ മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല കോടയൊക്കെ ആയിട്ട് ശരിക്കൊരു മൂന്നാർ പോയ ഫീല്. മൂന്നാർ പോയിട്ട് നമ്മൾ അവിടുത്തെ ആ തേയിലത്തോട്ടം മാറ്റിയിട്ട് നെൽപ്പാടാണെങ്കിൽ, അതും തട്ടുതട്ടായിട്ടുള്ള നെൽപ്പാടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് സാപ്പാന്ന് വേണേൽ പറയാം. എല്ലായിടത്തും വിയറ്റ്നാമീസ് കൊടികളും അതിന് പുറകിലായിട്ട് ഇങ്ങനെ വലിയ മൗണ്ടൻസും അതിൻ്റെ ഫ്രണ്ടിൽ തട്ടുതട്ടായിട്ടുള്ള പാഡി ഫീൽഡ്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ബാക്ക് ഡ്രോപ്പിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എവിടെ തിരിഞ്ഞാലും പച്ചപ്പ് ഹരിതാപം. നമുക്ക് കേരളം പോലെ തന്നെ തോന്നുന്ന സ്ഥലമാണ് സാപ്പ. ഇവിടുത്തെ 5 മൈനോറിറ്റീസിൽ 3 മൈനോറിറ്റീസ് നമ്മൾ ഈ ട്രെക്കിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട്. Okay. Yeah, this Lao Chai, no Lao Gai. Oh, Lao Chai. Yeah. Lao Chai. Yeah. So, in a village here, in a Lao Chai village, in a Black Hamong minority living here. Black Hamong. Like in a lady here living here. Okay. Yeah, Black Hamong minority living here. Me, I'm from Guet Zhao people. I live in another village. Yeah, I have the different clothes and different hat and different language with the lady. Okay. Yeah, different clothes and different language. Mm-hmm. ഈ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ള സ്റ്റോൾസ് ഉണ്ട്. ബാഗുകളും മാറ്റുകളും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതുപോലെ ആൾക്കാർ കടകളിൽ തന്നെ ഇരുന്ന് നെയ്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഡ്രസ്സുകളൊക്കെ. ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ സ്പെസിഫിക് ഡ്രസ്സുകളായിരിക്കും ധരിക്കുന്നുണ്ടാവുക. അത് അവർ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന ആ പെൺകുട്ടികളെല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരായിരുന്നു. അവരിവിടെ എത്തിയപ്പോഴേക്കും അവരുടെ കൊട്ടയിലുണ്ടായിരുന്ന അവരുണ്ടാക്കിയ ബാഗുകളൊക്കെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി കാണിച്ചു തന്നിരുന്നു. Local family. നെല്ല് Black കുത്തുന്നു. Hamong family. നെല്ല് കുത്തുന്നു. So I come here. There's something for you. ഓ ഫ്രീ. Yeah, so you see people. ഒന്നും ചെയ്യണ്ട. Both are driving. So that's the in the have the bra in here. The both are open there. They clean the skin. ഓ That's the enterprise. Yeah, so enterprise I have the skin for yellow one. So we put in here. We clean the skin. So we eat inside the skin right. Okay. Yeah, that's the inner skin. Yeah. So because the motor driving. So in before in before 30 years ago, everybody know how to machine. People put this one for clean with the skin for bride. But now everybody have the machine. People put the machine. So that's why we can give the tourist for see before long time ago. We know how machine. We need this one. Okay. Yeah. So this one say in the indigo dye the color. Indigo. Yeah, indigo. You know indigo? Yeah. Yeah, indigo dye the green color, blue and black color. Yeah, that's the indigo. Put the butter, dye the color. Okay. Yeah. That's the in black hamong Indigo innocent liver. glow. Yeah, so you see there's some lady also black hamong. But the no choice innocent glow. This one say in a black hamong minority innocent glow. Yeah, they're living here. They're living here. So you come in a Sapa, you see that someone that have the belly. Yeah. Yeah, that's why people forget sick with a headache. Yeah, headache. So people they put a little bit in a paper and little bit fire in here. They have the smoke come like that. So people put in here. So they have the belly will stay here for 5-6 days and then headache finish. Yeah, so like the local medicine. Yeah, local people forget sick the headache. People do this one first, no better. People go hospital. Yeah. Black Hamong music. Yeah, like this. You want to try? So you can put your hand. They have to be put here. We put in here. So we make the small one. We can fill with the baby chicken and baby pig. Yeah. ഉണക്കിയിട്ട് പൊടിക്കും അല്ലേ? Like that. ഓ അത് പൊടിച്ച് സൈഡിൽ കൂടെ വരും. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അങ്ങോട്ട് നീക്കോ, നീ കൂടെ നീക്കോ. 2 സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങി 2 സ്റ്റെപ്പ് പുറകോട്ട്. പുറകിലേക്ക് വന്നിട്ട് ടെക്നിക്കോട് സ്റ്റക്കായി. ആ ഫ്ലോയിൽ പോകണം. അതാ ഫ്ലോയിൽ പോകണം. പക്ഷേ എനിക്കൊരു ഐഡിയ ഉണ്ട്. ആൻഡ് ഞങ്ങളുടെ പാടത്തൂടെയുള്ള നടത്തം സ്റ്റിൽ കണ്ടിന്യൂസ്. ഇടയിൽ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഞങ്ങൾ ഹായ് ഒക്കെ പറഞ്ഞു.
ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. ഇവിടെ വേണമായിരുന്നു മുണ്ടെടുത്ത് വയ്ക്കാൻ. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. അഭിരാമിന്റെ ഇഷ്ടപ്പെട്ട ഈ ദ കൾച്ചർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിയിൽ. ഇവിടെ ഇതേപോലെ ഈ കമ്മ്യൂണിറ്റിയുടെ അവർക്ക് അവരുടേതായ സിമ്പലുകളും അങ്ങനെ സിമ്പിൾസിന് ഓരോ മീനിങ്സും ഒക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ടുള്ള ഡിസൈൻസും അവരുടേതായ രീതിയിലുള്ള ടീഷർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ടീഷർട്ട്സും കുറച്ച് സുവനീഴ്സൊക്കെ വാങ്ങിയിട്ടായിരുന്നു ബാക്കി ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തത്. എത്ര രൂപ? ഭയങ്കര ക്യൂട്ടല്ലേ? അല്ലോടാ അതിനെ രണ്ടെണ്ണത്തിന് നോക്കി വന്നത് ഞാൻ സ്റ്റിൽ നടത്തം കണ്ടിന്യൂസ്. ഓൾമോസ്റ്റ് ഒരു ഉച്ചയായി. ഏകദേശം നടത്തം അത്രയൊക്കെ ആയതുകൊണ്ടിട്ട് വിശപ്പിന്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. നമുക്ക് ഈ പാക്കേജിൽ തന്നെ ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. അത് വില്ലേജിൽ തന്നെ ഏതെങ്കിലും ഹോം സ്റ്റേന്ന് അങ്ങനെ ലഞ്ച് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. More 3 months in a holiday. ഓ വെക്കേഷനോ? Yeah. മാസത്തിനൊക്കെ 3 മാസം. Almost 3 months. Yeah. So, all for school. High school also. Họ là nhận cơm. Không, ý là em không vào được thôi. Sao em không vào? Em vừa làm chính không là không vào được nhà. Ok, cam nhiệt. Ok, cam nhiệt thì have a one here. ഈ വ്യൂ കണ്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. സത്യം പറയാലോ, ഇത്ര നടന്ന് വിശപ്പുള്ളതുകൊണ്ടാണോ അറിയില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു ഹോം സ്റ്റേന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. ഇതിൽ വെച്ചിട്ട് തിന്നണം. ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് തിന്നണം. സോസും ചേർത്ത് തിന്നണം. അതാണ് അത് ഇതിന് കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ഈ റോഡൊക്കെ മാറി, പിന്നെ ചെളിയുള്ള റോഡൊക്കെ ആയി. പിന്നെ തെന്നലും ചെളിയും ഒക്കെ ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് ആ ബോട്ടിന്റെ ഉപയോഗം എന്താന്ന് മനസ്സിലായത്. രണ്ട് 3 സ്റ്റെപ്പൊക്കെ ഇട്ടെങ്കിലും എന്തോ ഭാഗ്യത്തിന് മറിഞ്ഞു വീണു.
വഴിയിൽ ഇങ്ങനെ പുതിയ അമ്മാമ്മമാര് കൊട്ടയായിട്ട് നിൽക്കണ കാണുമ്പോഴേ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇനി അവര് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും അവരുടെ നിന്ന് വാങ്ങുകയും പൈസ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വെച്ചിട്ട്. ഇല്ല ഇല്ല, ഞാൻ സ്റ്റെപ്പ് ഇട്ടതാ. എന്നെയാണോ നിങ്ങളൊക്കെ നോക്കിയത്? ഇവിടെ ഒരു കുഞ്ഞ് ഹട്ട് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈ ഒരു നല്ല വ്യൂ ഒക്കെ കണ്ടിരുന്ന് കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നെക്സ്റ്റ് നടത്താൻ തുടങ്ങി. പറഞ്ഞ പോലെ അഖിലേട്ടൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു അമ്മമ്മ പോലെ കിട്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരിത് ഇങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇവർക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. 60-70 ആ ഒരു പ്രായമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒരു കൊട്ടയിട്ട് അതിന്റെ കൂടെ നമ്മുടെ വെയിറ്റും കൂടെ കയ്യിൽ താങ്ങി ഈ തെന്നണ വഴി കൂടെ അടക്കുക. അയ്യോ, അതും ഇവര് ഒരു ദിവസം ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യം ഓരോ ഗസ്റ്റിനെ കൊണ്ടുപോയി അവിടെ ആക്കി തിരിച്ചു വന്ന് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സമ്മതിക്കണം ഇവരെയൊക്കെ. പിന്നെ വിയറ്റ്നാമിലെ ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഇവിടുത്തെ സ്ത്രീകളാണേലും കുട്ടികളാണേലും ഒക്കെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. അത് കുഞ്ഞു കുട്ടികൾ തുടങ്ങി പല പല സാധനങ്ങൾ വിൽക്കാനായിട്ടും ഒക്കെ ഉണ്ടാവും. അത് ഇത്രയും പ്രായം ചെന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾ തുടങ്ങി എല്ലാവരും അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്ത് വളർത്തിയിട്ടുള്ളത് തോന്നുന്നു. കുറച്ച് നേരത്തെ ബാംബു ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെയുള്ള ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുഞ്ഞൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറയണല്ലോ, ഈ അമ്മാമ്മ ഇല്ലായിരുന്നെങ്കിൽ 10 വീഴ്ചെങ്കിലും ഞാൻ വീഴുണ്ടായിരുന്നു.
അങ്ങനെ ലാസ്റ്റ് ഭൂമിയൊക്കെ കണ്ടു തുടങ്ങി ഗൈസ്. ഈ കയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി നിരപ്പായ സ്ഥലത്തേക്ക് എത്തിയപാടെ അമ്മമാര് കൊട്ടെടുത്തു. നമുക്കും തോന്നി എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ട് കൊടുക്കണം, ബിക്കോസ് അവർ അത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളെയും താങ്ങി നമ്മുടെ വീറ്റും താങ്ങി വന്നതാ. അപ്പം അമ്മമാരുടെ കയ്യിൽ കുറെ ഹെയർ ബാൻഡും ബാഗും പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓരോ പേഴ്സൊക്കെ വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങി. Taking for free. Thank you. You buy something, taking for free. It's okay for you. And you. താങ്ക് യു. ഇവിടെ നിന്ന് കുറച്ച് നടന്ന ഒരു വാട്ടർഫോൾ ഉണ്ട്, ചെറിയൊരു വാട്ടർഫോൾ. അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഞങ്ങളിപ്പോ. പിന്നെ വാട്ടർഫോളും കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു കുഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഫോട്ടോയും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു അമ്മൂമ്മയെ കണ്ടു. അമ്മൂമ്മയെ കാണാൻ നല്ല ക്യൂട്ടാട്ടോ. ആൾക്ക് 86 വയസ്സായി എന്നാ പറഞ്ഞേ. ആളിവിടെ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ വന്നതാ. എന്താല്ലേ ഈ ഒരു പ്രായത്തിലും ഇതൊക്കെ ചെയ്ത് വിറ്റ് അത് ഈ മലയുടെ മുകളിലൊക്കെ. ഞാൻ അന്നേരം മുഴുവൻ ആലോചിച്ചേ, ഇവരുടെ ഒരു പകുതി ആരോഗ്യമെങ്കിലും നമുക്ക് ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നായിരുന്നു. ചെറിയൊരു ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഇതൊന്ന് പിടിക്കാമോ? ഹായ്. കാലൊക്കെ ഇത്ര പൊക്കി വെക്കാൻ പറ്റും 86 വയസ്സില്. അങ്ങനെ അമ്മാമ്മയ്ക്ക് ചാറ്റം പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് റത്താൻ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഭയങ്കര ഒരു കുഞ്ഞു ബ്രിഡ്ജാണ്, വണ്ടിയൊന്നും പോവില്ല. ഹായ്. ഹായ്. So the village, so we call the Langtajai village. So last village today you go. Yeah. So the village we also have the black Hmong minority and Okay. Quet Dao people living together. Okay. Yeah, Quet Dao same me. Same in a woman very old and there. Okay. ഹലോ. So two different time and living same village. ഇവിടെ ഫുൾ കുറേ കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാവരും ഭയങ്കര കളിയും ബഹളമൊക്കെ. അങ്ങനെ ഓൾമോസ്റ്റ് ട്രെക്കിംഗ് ഒക്കെ ഏതാണ്ട് കഴിയാറായി തുടങ്ങി.
സൈഡിൽ നമുക്ക് ഒരുപാട് കഞ്ചാവിന്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത് ലീഗലാണ്, അതുകൊണ്ട് സൈഡിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് മെയിൻ റോഡ് എത്തി. ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ടായില്ല, അപ്പൊ ഞാൻ കുറച്ച് സമയമുള്ളതുകൊണ്ടിട്ട് അയാളൊരു കഫേയിൽ കയറി ചായ ഒക്കെ കുടിച്ച് ഇരിക്കാമെന്ന് വെച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കഫേയിൽ കയറി. എല്ലാവരും പല വെറൈറ്റിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കോൾഡ് കോഫി ആയിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. You put say maybe you can work like about 3 minutes, 4 minutes after you. That's it, okay for you? Yeah, it's fine. നമ്മുടെ ഗൈഡിനോട് പയ്യൻ പറഞ്ഞ് നമ്മൾ വണ്ടി കയറി. പ്ലാൻ എന്താ വെച്ചാൽ പോയിട്ട് ഷൂ കൊടുത്തിട്ട് നമ്മുടെ ചെരുപ്പ് എടുക്കണം. അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവരും അത്രയും ടയേർഡാണ്, ഒരുപാട് നടന്നുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് വേറൊരു പ്ലാനും കൂടി ഉള്ളത് സാപ്പയിലെ ആൽപൈൻ കോസ്റ്റർ പോവാന്നുള്ളതായിരുന്നു. ആൽപൈൻ കോസ്റ്റർ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ കയ്യിൽ തന്നെ സ്പീഡ് കൺട്രോൾ ഉള്ള ഒരു ആൽപൈൻ കോസ്റ്റർ കേട്ടോ. അപ്പം അവിടെ കൂടെ പോയിട്ട്, അല്ലെങ്കിൽ അത് വേറൊരു ദിവസത്തേക്ക് വെച്ചാൽ വേറൊരു ദിവസം അതിനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് മിസ്സാവുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാ വെച്ച് ഞങ്ങൾ തിരിച്ചൊരു ഗ്രാബ് എടുത്ത് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ആൽപൈൻ കോസ്റ്റർ എത്തി. എനിക്കും അഖിലിനൊഴികെ ബാക്കി ഞാൻ കൂടെയുള്ള 4 ആൾക്കും മോഷൻ സിക്നസും പേടിയും ഒക്കെ കാരണം ഇവരെ കൺവിൻസ് ചെയ്യാനെടുത്ത് കുറച്ചധികം സമയം. ഇവിടുത്തെ ആൽപൈൻ കോസ്റ്ററിൽ 2 റൈഡ് ഒന്നിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പൈസ കുറവുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പൈസ കുറവുണ്ട് എന്നുള്ളൊരു ഓഫർ ഉണ്ട്. കുറേ നേരം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് നമ്മളെല്ലാവരും കയറി കഴിഞ്ഞ് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് മനസ്സിലായത് അത്ര വലിയ പ്രശ്നം എന്നുള്ള സാധനമല്ല. അപ്പൊ എല്ലാവർക്കും 2ാമത് വേണം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും 2ാമത് വീണ്ടും എടുത്തിട്ട് വീണ്ടും പോയായിരുന്നു. പക്ഷെ ഞങ്ങൾ 2ാമത് എടുക്കുമ്പോൾ എക്സ്ട്രാ പൈസ ഒന്നും ആയില്ലായിരുന്നു കേട്ടോ. സെയിം പൈസ തന്നെയാണ് എല്ലാവർക്കും ആയത്. ഈ ആൽപൈൻ കോസ്റ്റർ കയറിയതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാമേ. എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയുന്നൊരു എക്സ്പീരിയൻസ് ആണ് ആൽപൈൻ കോസ്റ്റർ. ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, നമ്മുടെ ബാഗൊക്കെ അവിടെ വെക്കാം. ഓൾസോ ഇവര് പല ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കത് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് എക്സ്ട്രാ കോസ്റ്റ് ആവും എങ്കിലും സംഭവം നൈസാണ്, ഭയങ്കരമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്, വെറുത്ത മണിയും തന്നെ പറയാം. തിരിച്ച് ഇവിടെ നിന്ന് ഗ്രാബ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ബിക്കോസ് ഓൾമോസ്റ്റ് ഈവനിങ് ആയതുകൊണ്ടിട്ട് ഇത് ടൈം കഴിയാറായതുകൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ റിട്ടേൺ പോകുന്ന ഗ്രാബ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. തിരിച്ചെത്തി നേരെ പോയിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു. ഇത് 1997 തൊട്ടിട്ടുള്ള മിക്സ്വി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഐസ്ക്രീമാണ്. ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് ഗൂഗിളിലൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഐസ്ക്രീം വാങ്ങി തിരിച്ച് റൂമിലേക്ക് നടന്ന് ഇന്നത്തെ മെയിൻ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇതിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡേയുടെ വ്ളോഗാണ് നാളത്തെ അടുത്ത വ്ളോഗിൽ കാണാൻ പോകുന്നത്. Hope you will enjoy the next vlog as much as this vlog. Thank you for watching. Bye bye.